ഹായ് കൂട്ടുകാരെ, ഇന്ന് രാവിലെ ഞാൻ ചേട്ടനും കൂടി അടുത്ത ഒരു ദേവീക്ഷേത്രത്തിൽ തൊഴാൻ പോയി. ചേട്ടന് ഇന്ന് ജോലിയൊന്നുമില്ലായിരുന്നു, മഴ ആയതുകൊണ്ട് ജോലിയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി പത്താനത്ത് ദേവീക്ഷേത്രത്തിലാണ് പോയത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ നേരം വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്നു. പിന്നെ അവിടെ ഒരു മീൻകുളമുണ്ട്, നിറച്ച് മീനൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ്. ഞാനവിടെ മിക്ക വെള്ളിയാഴ്ചകളിലും തൊഴാൻ പോകുന്നതാണ് ദേവീക്ഷേത്രത്തിൽ. നല്ലതാണ്, മക്കൾക്ക് വേണ്ടിയൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് നല്ല ഇതായിട്ടുണ്ട്. മിക്ക വെള്ളിയാഴ്ചകളിൽ ഞാൻ പോകാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാനവിടെ അമ്പലത്തിൽ തൊഴാൻ പോകും. അടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിലൊക്കെ പോകും, ഓമല്ലൂർ അമ്പലത്തിൽ പോകും, ഭഗവാനത്തിൽ പോകും, ക്ഷേത്രങ്ങളിലൊക്കെ പോകും. മിക്ക ആഴ്ചകളിലൊക്കെ പോകുന്നു അവിടെ. ഉണ്ടോ, ഞാൻ പറഞ്ഞില്ലേ മീൻകുളം, ഒരു കുളം ഉണ്ടെന്ന്. നിറച്ച് മീനൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. നല്ല പച്ച കളറാണ് വെള്ളത്തിന്, എന്തോ ഒരു വേറൊരു കളർ പോലെ, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു പുഞ്ചയാണ്, അവിടെ നല്ല ആമ്പൽപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാൻ. അതുകൊണ്ട് അവിടെ നിന്ന് ചേട്ടനാണ് ഇതൊക്കെ വീഡിയോസ്. ഇന്ന് കുറച്ച് വെയിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തുണിയെല്ലാം കഴുകിയിട്ട് ഒരുവിധമൊക്കെ ഉണങ്ങി വന്നു. എത്ര ദിവസം കൊണ്ട് മഴയായിരുന്നു, മഴ കാരണം തുണിയൊന്നും ഉണങ്ങത്തുമില്ല. രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ കിട്ടിയതാണ് കുറച്ച് ചെടികൾ, അപ്പം അതൊക്കെ ഒന്ന് നട്ട് വെക്കണം. എനിക്കിതിൻ്റെ ഒന്നും പേരറിയത്തില്ല, എവിടെ നിന്നൊക്കെയോ റോഡ് സൈഡിൽ നിന്ന് കിട്ടിയ ചെടികളൊക്കെ ഞാൻ ഒടിച്ചുകൊണ്ട് വന്നത്. അതൊക്കെ കണ്ടോ, ഈ പൂവിൻ്റെ പേരൊക്കെ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്ത് ചെടിയൊക്കെ ഞാൻ നട്ട് വെച്ച്. ഇങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇതൊക്കെ അവിടെ റോഡിൽ നിന്ന് ഞാൻ ഒടിച്ചുകൊണ്ട് വന്നത്, അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ.